സുരേഷ് ഗോപി നായകനായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പ്രദർശനാനുമതി വൈകുന്നതിൽ ഈ നിയമ നടപടികളിലേക്ക് ഇന്നലെ കടന്നിരുന്നു. അപ്പോൾ ഹൈക്കോടതി ഇന്ന് കേസ് പരിഗണിക്കുന്നുണ്ടല്ലേ? വെങ്കടേഷ്, തീർച്ചയായിട്ടും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം അതിപ്പോഴും തുടരുകയാണ്. ഇന്നലെ അണിയറ പ്രവർത്തകരുടെ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടിരുന്നതാണ്. അതിൽ അവർ പ്രധാനമായും പറയുന്നത്, അവർ കാത്തിരിക്കുന്നത് നാളെ ഈ സെൻസർ ബോർഡിൻ്റെ റിവ്യൂ കമ്മിറ്റി സിനിമ കാണാനായിട്ടാണ്. നാളെ അവർ അത്തരത്തിൽ കണ്ട ശേഷം എന്തായിരിക്കും തീരുമാനം, അതായത് അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോകുമെന്നുള്ളതാണ് അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ടെന്നുള്ള ഇന്നലെയാണ് അണിയറ പ്രവർത്തകർ ഇത് സംബന്ധിച്ചുള്ള ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് പ്രദർശനാനുമതിയുടെ കാര്യത്തിൽ സമയബന്ധിതമായി തീരുമാനമെടുക്കണമെന്നുള്ളതാണ്. മറ്റന്നാൾ റിലീസ് തീരുമാനിച്ചിരിക്കുന്ന ചിത്രമാണ്. 18-ാം തീയതി തന്നെ സെൻസറിങ്ങിന് വിട്ട ചിത്രമാണ്. പക്ഷേ ഇത്രയേറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കറ്റ് നൽകാൻ തയ്യാറായിട്ടില്ല. ഇതോടൊപ്പം തന്നെ മാത്രമല്ല, ഈ പ്രദർശനാനുമതി നിഷേധിച്ചതിൻ്റെ കാരണം വ്യക്തമാക്കിയിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ കാരണം വ്യക്തമാക്കണം, ഒപ്പം തന്നെ സമയബന്ധിത അനുമതി നൽകണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ നൽകിയ ഹർജി ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളത്. എന്തായാലും ഇന്ന് നഗരേഷ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുക. ഓക്കെ, ഇന്നലെ വന്ന ഒരു ആക്രമണത്തിന്റെ വാർത്തയിലേക്ക് നമുക്ക് വരാം. ഈ പട്ടിമറ്റത്ത് കടയിൽ കയറി യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസ്, അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്താണ് ശരൺ? എന്താണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്? റോഷ്നി, സാമ്പത്തിക തർക്കങ്ങളാണ് ഇതിലെ കലാശിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതായത് ഇന്നലെ വൈകിട്ട് 7 മണിയോട് കൂടിയാണ് നാടിന് നടുക്കിയ ഒരു സംഭവം ഉണ്ടാകുന്നത്. കടയിൽ കയറി വെട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ അടിമാലി സ്വദേശിയായ പ്രജിത്ത് ആ കടയിലേക്ക് എത്തുകയായിരുന്നു. ഈ യുവതി അവിടെ ഒരു സ്പെയർ പാർട്സ് കട നടത്തുകയായിരുന്നു. ആ കടയിലേക്കാണ് ഈ പ്രതിയായ പ്രജിത്ത് എത്തുന്നത്. അതിനുശേഷം യുവതിയെ പുറത്തേക്ക് വിളിക്കുകയും കയ്യിൽ കരുതിയിരുന്ന വാക്കത്തി കൊണ്ട് കയ്യിലും കാലിലും ഒക്കെ തന്നെ വെട്ടുകയായിരുന്നു. കൈക്കും കാലിനും അടക്കം ഗുരുതരമായി പരിക്കേറ്റ യുവതി ഇപ്പോൾ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അപ്പോൾ തന്നെ ഈ സംഭവത്തിന് പിന്നാലെ പ്രജിത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ നാട്ടുകാർ കൈയോടെ പിടികൂടി കെട്ടിയിടുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് പോലീസിന് കൈമാറിയത്. പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നെങ്കിലും കൃത്യമായ മറുപടിയൊന്നും തന്നെ ഇയാളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിരുന്നില്ല. പക്ഷേ പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതൊരു സാമ്പത്തിക തർക്കമാണെന്നുള്ളതാണ്. നേരത്തെ യുവതിക്ക് സ്പെയർ പാർട്സ് കട തുടങ്ങാനായി ഇയാൾ കുറച്ച് പണം നൽകിയിരുന്നു. ആ പണം യുവതി തിരികെ നൽകിയിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടായിരുന്നു. ആ തർക്കമാണ് ഇപ്പോൾ ആക്രമണത്തിൽ കലാശിച്ചതെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇപ്പോഴും ഇയാൾ പ്രതിയായ പ്രജിത്ത് പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത്. ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പുതിയതായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, ശരണാണ് ഒരുപാട് വാർത്തകൾ പങ്കുവച്ചത്.